ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊഴുവ മീൻ റോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മൾ ആദ്യം നല്ല ഫ്രഷ് കൊഴുവ മീൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അത് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മുടെ മീൻകുട്ടന്മാരെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം എന്ത് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അടിപൊളിയായിട്ട് ആ മസാലയൊക്കെ പിടിക്കുന്നിടം വരെ അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് പിന്നെ നമ്മുടെ പാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഓയിലാണെങ്കിലും ഒരു ഓയിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫിഷിനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് മീൻകുട്ടന്മാരെ നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. ജസ്റ്റ് ഒരു അലങ്കാരത്തിന് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അത് വറുത്തെടുക്കുക. നല്ല മൊരിഞ്ഞ് കാണാൻ തന്നെ ഒരു ചേലുണ്ട്. അങ്ങനെ നല്ല മൊരിഞ്ഞ് വരുന്ന മീൻകുട്ടന്മാരെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള സബോള കഴുകി വൃത്തിയാക്കി എടുക്കുക. 4 സബോള നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഞാനിത് സ്ലോ മോഷനിലാണ് ഞാൻ ഇതിടുന്നത്. അപ്പം അത് നല്ലപോലെ പിന്നെയും ഒന്ന് കഴുകി വൃത്തിയാക്കി ഫ്രഷാക്കി, നമുക്ക് ഫ്രഷായിട്ടുള്ള സബോളയാണ് കേട്ടോ. അതുപോലെ നല്ലോണം നല്ല ശുദ്ധ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ്. 4 സബോള നല്ല ഉണ്ട 4 സബോള. പിന്നെ അതിനുശേഷം നമ്മുടെ വറുന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുന്ന മീൻകുട്ടന്മാരെ കാണാമല്ലോ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിടുക കേട്ടോ. ഇടയ്ക്ക് മറിച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അത് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് അത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും, പക്ഷേ അതായിട്ടില്ല, നമുക്ക് റോസ്റ്റാക്കണ്ടേ. അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ഫിഷ്, പിന്നെ സബോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എന്നിവയൊക്കെയാണ് നമ്മുടെ റോസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നമ്മുടെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണയിലേക്ക് വീണ്ടും കുറച്ച് ഓയിൽ ചേർത്തിട്ട്, എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ചത് നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ച സബോള ചേർത്ത് കൊടുക്കാം. നല്ല 4 സബോള കുനുകുനാന്നരിഞ്ഞ് വെച്ചതാണ്. അപ്പം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം, മിക്സപ്പ് ചെയ്യണം. നല്ലതായിട്ടത് മിക്സ് ചെയ്യുക. അടിപൊളിയായിട്ട് ആ മസാലയൊക്കെ പിടിക്കുന്നിടം വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചി ചേർക്കുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ആഡ് ചെയ്യുക. പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. തക്കാളി ഇടണം കേട്ടോ, എന്നിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടേണ്ടത്, സോറി. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അത് നല്ല തിളച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മസാലയിലേക്ക് നമ്മുടെ മെയിൻ ആളെ ആഡ് ചെയ്യണം, നമ്മുടെ ഫിഷ്. അപ്പം ആ ഒരു ഫിഷിനെയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കൊഴുവ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ